എച്ച് എഫ് എന്ന് കേട്ടിട്ടില്ലേ? അതിനകത്തിരിക്കുന്ന ഡയഫ്രമാണത്. ഇത് കേട്ടോ പൊട്ടി തകർന്നു പോയി. ഇത് കേട്ടോ, ഇതാണ് എച്ച് എഫ്, അതായത് ഹൈ ഫ്രീക്വൻസിയുടെ ഡയഫ്രം. ഇത് കേട്ടോ, ഇതിനകത്തു നിന്നാണ് നമ്മൾ വോക്കൽ നല്ല ക്ലാരിറ്റി ആയിട്ട് കേൾക്കുന്നത്. ഡയഫ്രം ഇത് കേട്ടോ. ലാലേട്ടനും മമ്മൂക്കയൊക്കെ പറഞ്ഞ പഞ്ച് ഡയലോഗ് ഇത് ഈ സാധനം വഴിയാണ് നല്ല ക്ലിയറായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. ഹായ്, നമസ്കാരം. ഗ്രാമഫോൺ മീഡിയയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾ എച്ച് എഫ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ? എച്ച് എഫ് അതായത് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ എച്ച് എഫിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഡയഫ്രമാണിത്. ഈ ഡയഫ്രം പൊട്ടിപ്പോയി കേട്ടോ. ഇതുണ്ടോ, പൊട്ടി തകർന്നു പോയി. ഇതാണ് എച്ച് എഫിനകത്ത് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഡയഫ്രം എന്ന് പറയുന്ന വസ്തു. അപ്പം ഇതതിൻ്റെ ഇവിടെ അതിൻ്റെ ഒരു കോയിലുണ്ട്. ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റുമ്പോൾ കാണത്തില്ല, കോയിലുണ്ട്. ഇതുണ്ടോ, ഇതൊരു ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹമാണ്, ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം കൊണ്ടാണ് ഈ ഒരു ഡയഫ്രം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം തിയേറ്ററിലെ സ്റ്റേജിലിരിക്കുന്നത് 3 ഫ്രീക്വൻസിയാണ്, മെയിനായിട്ട് 3 ഫ്രീക്വൻസി. അതായത് 4 ചാനല് 3 ഫ്രീക്വൻസി. ഓക്കെ, അതായത് 4 ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ ബാക്കിൽ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ്ബൂഫർ, ഇങ്ങനെ 4 ചാനൽ അവിടെ വരുന്നുണ്ട്. ഈ 4 ചാനലിലുമായിട്ട് 3 ഫ്രീക്വൻസിയാണ് വരുന്നത്. ഒന്ന് ഹൈ ഫ്രീക്വൻസി, മറ്റേ മിഡ് ഫ്രീക്വൻസി, വേറൊന്ന് ലോ ഫ്രീക്വൻസി. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളോട് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി വരുന്നൊരു വാക്കാണ് ഈ ലോ ഫ്രീക്വൻസി, അതുപോലെ ഹൈ ഫ്രീക്വൻസി, അല്ലെങ്കിൽ എച്ച് എഫ്, എൽ എഫ്, എം എഫ് എന്ന് പറയും. അതിൽ എച്ച് എഫിൻ്റെ ഡയഫ്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അതായത് സ്റ്റേജിലിരിക്കുന്ന ലെഫ്റ്റിനും റൈറ്റിനും സെൻറ്ററിനും എല്ലാം എച്ച് എഫ് ഉണ്ട്. ലെഫ്റ്റ് ചാനലിൻ്റെ ബോക്സിൻ്റെ മണ്ടയ്ക്ക് വരെ അതിൻ്റെ ലെഫ്റ്റിൻ്റെ എച്ച് എഫ് ഉണ്ടായിരിക്കും. റൈറ്റ് ചാനലിൽ ബോക്സിൻ്റെ മണ്ടയ്ക്ക് റൈറ്റ് ചാനലിൻ്റെ എച്ച് എഫ് ഉണ്ടായിരിക്കും. സെൻറ്റർ ചാനലിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ എച്ച് എഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എച്ച് എഫ് ഉണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മുതൽ 100 മീറ്റർ വരെ ഇതിൻ്റെ റേഡിയോ തരംഗങ്ങളെ അയക്കാൻ കഴിവുള്ള പവർ, ഡെസിബൽ ഇതിന് ഉണ്ടെന്നുള്ളതാണ് ഹൈ ഫ്രീക്വൻസി. അതായത് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ ട്രബിൾ സൗണ്ടുകൾ നല്ല ക്ലാരിറ്റി ആയിട്ട് ഈ എച്ച് എഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭാഷണങ്ങൾ തിയേറ്ററിനകത്ത് ഡയലോഗ് ഡെലിവറി നല്ല ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി കുറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ എൽ എഫ്, എച്ച് എഫ് ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിനകത്ത് എല്ലാ ഫ്രീക്വൻസി ഇങ്ങനെ കേൾക്കും. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എച്ച് എഫ് കൂടി ഓൺ ആയിരിക്കണം. എച്ച് എഫ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറി വലിയ പ്രശ്നമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിനൊരു ഹോൺസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഹോൺസ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ എച്ച് എഫിൻ്റെ അതിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. അത് അഴിച്ചു കഴിയുമ്പോഴത്തേനും അതിനകത്താണ് ഈ ഒരു ഡയഫ്രം വെക്കുന്നത്. ഈ ഡയഫ്രം ഇത് കണ്ടോ, ഇവിടെ അതിൻ്റെ ഫിറ്റിംഗ്സ് ഹോൾസുകളുണ്ട്. ഈ ഡയഫ്രം കറക്റ്റ് അതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതതിനകത്ത് കയറി അതിൻ്റെ ആ ഹോൾസിനകത്ത് ഫിറ്റായിട്ടിരിക്കും. പിന്നീട് ഇവിടെയാണ് അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഉണ്ടോ, കണക്ഷൻസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ചാനലിലേക്ക് എച്ച് എഫിൻ്റെ ഒരു ലൈൻ ആംബേന്ന് വരുന്നുണ്ട്. അതിൻ്റെ ക്രോസ് ഓവർ വഴി വരുന്നുണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എഫ് വർക്കായി. അപ്പം എച്ച് എഫ് ഇല്ലെങ്കിലോ, എച്ച് എഫ് കംപ്ലയിൻറ്റ് വന്നാലോ, എച്ച് എഫ് പൊട്ടിപ്പോയാലോ നിങ്ങൾക്ക് തിയേറ്ററിൽ പടം കാണാൻ ഒരു സുഖം കാണത്തില്ല. കാരണം വെച്ചാൽ എന്തോ ഒന്ന് നടക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ എച്ച് എഫും എം എഫും എൽ എഫും ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ക്ലാരിറ്റി തിയേറ്ററിൽ കിട്ടത്തില്ല. അപ്പോൾ ഓർത്താൽ മതി, തിയേറ്ററിൽ നല്ല കിഡിലെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ പറഞ്ഞ പഞ്ച് ഡയലോഗ് ഇത് ഈ സാധനം വഴിയാണ് നല്ല ക്ലിയറായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് എഫ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എച്ച് എഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സ്റ്റേജിൻ്റെ ബാക്കിൽ 4 ചാനൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് റൈറ്റ് ചാനൽ, സെൻറ്റർ ചാനൽ, ഓക്കെ, ഇത് ലെഫ്റ്റ് ചാനൽ ഉണ്ടോ, ഇത് എൽ എഫ്, ലോ ഫ്രീക്വൻസി. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എച്ച് എഫ് എന്ന് പറയുന്ന സാധനം, ഹൈ ഫ്രീക്വൻസി എച്ച് എഫ്. കണ്ടോ, അതിൻ്റെ ഹോൺസ് എന്താ, ഇതുവഴിയാണ് ഡയലോഗ് ഡെലിവറി നിങ്ങൾ കേൾക്കുന്നത്, എച്ച് എഫ് ഹൈ ഫ്രീക്വൻസി.
അപ്പോൾ ഇത് നമുക്ക് അഴിക്കാം. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബോഡി കൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു പോർഷൻ കൂടെ ഉണ്ട്. അതും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ മുമ്പേ കാണിച്ച ഡയഫ്രം എടുത്ത് കയറ്റി വയ്ക്കാം. ഓക്കെ, ഞാൻ കാണിച്ച ഡയഫ്രം ഇതാണ്. ഇതുണ്ടോ, ഈ ഡയഫ്രം ശരിക്കും പറഞ്ഞാൽ ഇതിലേക്കാണ് കയറ്റി വെക്കുന്നത്. ഇതുണ്ടോ, ഇതിലേക്കാണ് കയറ്റി വെക്കുന്നത്. ഇതിവിടെ ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വേറൊരു ബോഡി ഉണ്ട്, അത് കയറ്റി ഇത് ഫിക്സ് ചെയ്യും. ഇത് പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി സിനിമ കാണാൻ കയറുമ്പോഴത്തേനും ഈ നല്ല ഡയലോഗും പാട്ടും നല്ല ക്ലാരിറ്റി ആയിട്ട് ഓർക്കണം. ഈ ഇത്രയും ഉള്ളൊരു ചെറിയ സാധനമാണ് ഈ അടാറ് ശബ്ദത്തെ നമ്മളെ മുമ്പിലേക്ക്, നമ്മളെ കാതുകളിലേക്ക് എത്തിച്ചു വിടുന്ന ആ ഒരു HFൻ്റെ ഡയഫ്രം. ഈ സാധനം പോയാൽ ഇത് പോയി. ഈ സാധനം പോയി കഴിഞ്ഞാൽ ഡയലോഗ് ക്ലാരിറ്റി കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ടൈറ്റാനിയം എന്ന് പറയുന്നൊരു ലോഹമാണ് ഈ കാണുന്നത്, ടൈറ്റാനിയം കേട്ടോ. ഇത് പൊട്ടിപ്പോയത് കേട്ടോ. നമ്മുടെ നമ്മളെ തിയേറ്ററിലെ 3 HF മാറി, പുതിയ HF അല്ല, കൂടിയ HF വെച്ചു. ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ചെറിയ വീഡിയോ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.